എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തേങ്ങയൊന്നും അരയ്ക്കാതെ കത്തിരിക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട്. കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ, ബ്രിഞ്ചാൾ. അപ്പം ഈ കത്തിരിക്കയെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പത്തിൽ അങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് കുറച്ച് വലിയ പീസസായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കത്തിരിക്കയെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വേണം. അപ്പോൾ കുറച്ചൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതിയാകും. അത് ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു 10-15 ചെറിയ ഉള്ളി ഇതേപോലെ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിച്ചതാണ്. അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നീളത്തിൽ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എത്രത്തോളം മൂത്ത് വരുന്നോ കറി അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കത്തിരിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ അരപ്പിൽ ഈ കത്തിരിക്ക നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതേപോലെ ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ സമയത്ത് വെള്ളം ചൂടാക്കി എടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ചട്ടി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർക്കാൻ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പുളിയും ഉപ്പും ഒക്കെ നോക്കണം. അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ചട്ടി മൂടി വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കത്തിരിക്കയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും 1 ടീസ്പൂൺ അളവിൽ ശർക്കര ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ശർക്കരയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ കറി നമ്മുടെ ബ്രിഞ്ചോൾ കറി സെറ്റായി കഴിഞ്ഞു. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള കത്തിരിക്ക കറിയാണ്. ഈ ഒരു രീതിയിൽ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് കണ്ടില്ലേ, കറി നന്നായിട്ട് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിഡിലൻ ടേസ്റ്റാണ്.
ഇനി ഇതാ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കാം. ചോറ് വിളമ്പിയതിന് ശേഷം ഈ കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറ് വിളമ്പി കൊടുത്തതിന് ശേഷം ഇതാ കറി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചോറിൻ്റെ സൈഡിലേക്ക് കഷ്ണങ്ങളും കറിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കത്തിരിക്ക കൊണ്ട് ഇങ്ങനെ ഒരു കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ചക്കക്കുരുവും മാങ്ങയും കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പച്ചമാങ്ങ വേണം. അതുപോലെ തന്നെ കുറച്ച് ചക്കക്കുരു എടുത്ത് വയ്ക്കാം. ചക്കക്കുരുവും മാങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മാങ്ങ എടുക്കുമ്പോൾ അധികം ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ നോക്കി എടുക്കണം. അപ്പോൾ അതാ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിപ്പിനനുസരിച്ചുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെടുത്ത് വെച്ച് ചക്കക്കുരു എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതാ ഇതേപോലെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരു എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ചക്കക്കുരു ഇതേപോലെ എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കിനി വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ചക്കക്കുരു എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എന്താ ഇതേപോലെ വേകാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് അധികം പുളിപ്പില്ലാത്ത നല്ല വിളഞ്ഞ മാങ്ങയാണ്. ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ കറിക്ക് ഭയങ്കരമായിട്ട് പുളി മുന്തി നിൽക്കും. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ നോക്കി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഇതേപോലെ തോല് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാങ്ങ ഇനി ഒന്ന് മുറിച്ചെടുക്കാം. ഈ മാങ്ങയ്ക്ക് തീരെ പുളി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പുളിയുള്ള മാങ്ങയുടെ കുറച്ച് പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ടൊരു ലെവലായി കിട്ടുകയുള്ളൂ. അപ്പം ഇതേപോലെ ഇത് മുറിച്ചെടുത്തതിന് ശേഷം പുളിയുള്ള മാങ്ങയുടെ കുറച്ച് പീസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുളി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുളിയുള്ള മാങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ ഇപ്പം പുളിയുള്ള മാങ്ങയുടെ കുറച്ച് പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ വലിയ വലിയ പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേകാൻ വെച്ചിരുന്ന ചക്കക്കുരു എന്തായെന്ന് നോക്കാം. ചക്കക്കുരു ഒരെണ്ണം എടുത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് അറിയാം. എന്നാൽ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മൂടി വെച്ചിന് മാങ്ങ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അരപ്പൊന്ന് ചൂടായി കിട്ടണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് ആവി കയറി കിട്ടും. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് കറി നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ താളിച്ചതും കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചക്കക്കുരുവും മാങ്ങയും കൊണ്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ
കറി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ചോറുണ്ണാൻ പിന്നെ വേറെ കറികളുടെയൊന്നും ഒരാവശ്യവുമില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അടുത്തത് പടവലങ്ങയും പരിപ്പും കൊണ്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് സാമ്പാർ പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിൻ്റെ പുറത്തുള്ള പൂപ്പൽ പോലുള്ള സാധനം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള കുരുവും പാടയൊക്കെ നീക്കി കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ കനം കുറച്ച് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതുപോലെയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേകാകുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിൻ്റെ മുകളിലേക്ക് പടവലങ്ങ ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നീട് പടവലങ്ങയ്ക്ക് കൂടി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പടവലങ്ങ ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തോരൻ നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും പടവലങ്ങയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തോരൻ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.